നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ ലതാ രാജഗോപാൽ, ചെസ്കമ്പിൾ ഇൻ്റർനാഷണൽ എന്ന മതേതര സംഘടനയിൽ നിന്നും. ജോയ്ഫുൾ ലൈഫ് എന്ന പരമ്പരയിലെ 4ാമത്തെ എപ്പിസോഡിൻ്റെ തുടർച്ചയാണ് ഇന്നത്തെ എപ്പിസോഡ്. ജോയ്ഫുൾ എന്ന പദത്തിലെ വൈ എന്ന അക്ഷരത്തിൻ്റെ 3ാമത്തെ പോയിൻ്റാണ് ഇന്നത്തെ വിഷയം. യെസ്, ഐ ക്യാൻ ആൻഡ് ഐ വിൽ. ഇത് ഓരോ വ്യക്തിയും തന്നോട് തന്നെ പറയേണ്ട ഒരു ശക്തമായ വാചകമാണ്. ഇത് വെറും വാക്കുകളല്ല. യെസ് ഐ ക്യാൻ എന്നത് ആത്മവിശ്വാസത്തിൻ്റെ ശബ്ദമാണ്. ഐ വിൽ എന്നത് ഇച്ഛാശക്തിയുടെ പ്രഖ്യാപനമാണ്. ദിവസേന ആത്മാർത്ഥതയോടെ, ഊന്നലോടെ, സ്ഥിരതയോടെ ഇത് സ്വയം പറയുകയും ജീവിതത്തിൽ നടപ്പാക്കുകയും ചെയ്യേണ്ട ഒരു എക്സസൈസാണ്. സന്തോഷകരവും സമാധാനപൂർണവുമായ ജീവിതത്തിന് സഹായിക്കുന്ന 2 പ്രധാന ശക്തികളാണ് അഫർമേഷൻ ആൻഡ് വിഷ്വലൈസേഷൻ. ഈ പ്രക്രിയയ്ക്ക് നമ്മുടെ ജീവിതത്തിലുള്ള സ്വാധീനം ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. ചെസ്കമ്പിളിയൻ ദർശനങ്ങളിൽ ഇതിന് വളരെ പ്രാധാന്യമുണ്ട്. ഇത് ശരിയായ രീതിയിൽ ചെയ്യാൻ വേണ്ടത് ആത്മപരിശോധനയും ആത്മപരിഷ്കരണവുമാണ്. ഇതിന് സഹായിക്കുന്ന മനോഹരമായൊരു മാർഗമാണ് അഫോർഡ് എക്സസൈസ്. അഫോർഡ് എന്ന വാക്കിലെ ഓരോ അക്ഷരവും ഒരു ജീവിത പാഠമാണ്. ഇത് ഓരോന്നായി നമുക്ക് വിശകലനം ചെയ്യാം. എ. അക്സെപ്റ്റ് ഡിസ്ലൈക്സ്. അനിഷ്ടങ്ങളെ സ്വീകരിക്കാൻ പഠിക്കുക. ജീവിതത്തിൽ എല്ലാം ഇഷ്ടാനുസരണം തന്നെ നടക്കണമെന്നൊന്നുമില്ലല്ലോ. എഫ്. ഫോർഗോ ലൈക്സ്. ചിലപ്പോൾ ഇഷ്ടങ്ങളെ മാറ്റി നിർത്താനും നമ്മൾ പഠിക്കണം. ഇതിനർത്ഥം എല്ലാ ഇഷ്ടങ്ങളെയും മാറ്റി നിർത്തി അനിഷ്ടങ്ങളെ സ്വീകരിക്കണമെന്നല്ല. സാഹചര്യങ്ങൾക്കനുസരിച്ച് തീരുമാനമെടുക്കാൻ മനഃശക്തി ഉണ്ടായിരിക്കണം എന്നാണ്. അടുത്ത എഫ്. ഫുൾഫിൽ നീഡ്സ് ആൻഡ് ഗോൾസ്. ആവശ്യങ്ങളും ലക്ഷ്യങ്ങളും നിറവേറ്റുക. ലക്ഷ്യമില്ലാത്ത ജീവിതം ദിശയില്ലാത്തൊരു യാത്ര പോലെയാണ്. ഓ. ഓവർകം ചലഞ്ചസ് ആൻഡ് ഫിയേഴ്സ്. ഭയങ്ങളും വെല്ലുവിളികളും തരണം ചെയ്യുക. ധൈര്യമാണ് ജീവിതയാത്രയിൽ മുന്നേറ്റത്തിൻ്റെ വാതിൽ തുറക്കുന്നത്. ആർ. റെഡ്യൂസ് ഓർ റിമൂവ് അറ്റാച്ച്മെൻറ്റ്സ്. അമിതമായ അടുപ്പങ്ങളും ബന്ധങ്ങളും കുറയ്ക്കുക. അവ ചിലപ്പോൾ മുന്നേറ്റത്തിന് തടസ്സമായേക്കാം. ഡി. ഡിസ്കാർഡ് ബാഡ് ഹാബിറ്റ്സ്. ദുശ്ശീലങ്ങൾ ഉപേക്ഷിക്കുക. നല്ല ജീവിതത്തിന് അവ ഒരു തടസ്സവും ഭാരവും ഒക്കെയാവും. ഇതിനായി ആദ്യം തന്നെ നമ്മുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട ഹ്രസ്വകാല ലക്ഷ്യങ്ങളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുക. ഓരോ ലക്ഷ്യത്തിനുമൊപ്പം യെസ് ഐ ക്യാൻ ആൻഡ് ഐ വിൽ എന്നും എഴുതുക. ഓരോ ദിവസവും 3 ലക്ഷ്യങ്ങൾ തിരഞ്ഞെടുക്കുക. അവ പൂർത്തിയാകുന്നതുവരെ പരിശ്രമിക്കുക. പൂർത്തിയായാൽ അവ മാറ്റി പുതിയത് ചേർക്കുക. ഉദാഹരണത്തിന് മൊബൈലിൻ്റെ കാര്യം തന്നെ എടുക്കാം. ഞാൻ മൊബൈൽ അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കൂ. മൊബൈലിൻ്റെ അമിത ഉപയോഗം കുറയ്ക്കും എന്ന ലക്ഷ്യം. ഇവിടെ നമ്മുടെ ഇച്ഛാശക്തി കൊണ്ട് ഈ ലക്ഷ്യം നേടാം. ഒരു ദിവസം ഇങ്ങനെ ചെയ്യാൻ കഴിഞ്ഞാൽ അതൊരു വലിയ വിജയമാണ്. ഒരു ദിവസമെങ്കിലും തിരഞ്ഞെടുക്കുന്ന ലക്ഷ്യം പൂർത്തീകരിക്കാനുള്ള ഇച്ഛാശക്തി നേടിയാൽ കാലക്രമേണ നമ്മുടെ ജീവിത രീതിയിൽ തന്നെ വലിയ മാറ്റം വരുത്താൻ കഴിയും. ഇത് നിങ്ങളെ സ്വയം മനസ്സിലാക്കാനും സ്വയം മെച്ചപ്പെടുത്താനും സഹായിക്കും. സുഹൃത്തുക്കളെ, ഇച്ഛാശക്തി ഓരോ മനുഷ്യരിലുമുള്ള മഹത്തായ ഊർജമാണ്. ഉപയോഗിച്ചാൽ അത് വളരും, ഉപയോഗിക്കാതെ വെച്ചാലോ അത് ക്ഷയിച്ചുകൊണ്ടേയിരിക്കും. പുതിയ കാര്യങ്ങൾ ചെയ്യാൻ, നല്ല തീരുമാനങ്ങൾ എടുക്കാൻ, ജീവിതത്തിൽ അനിവാര്യമായ മാറ്റങ്ങൾ വരുത്താൻ എല്ലാം ആവശ്യമായ കാര്യമാണ് ഇച്ഛാശക്തി. അതുകൊണ്ട് ഇന്നു മുതൽ പറയൂ, യെസ് ഐ ക്യാൻ ആൻഡ് ഐ വിൽ. എനിക്കതിന് കഴിയും, ഞാനത് ചെയ്യും. ഇത് നിങ്ങളുടെ മൂലമന്ത്രമാക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും അതിന് കഴിയും. ഇച്ഛാശക്തി വളർത്തി ആത്മാർത്ഥമായി പരിശ്രമിച്ചാൽ മാത്രം മതി. സന്തോഷവും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വയം എത്തിച്ചേരും. അതുകൊണ്ട് നിങ്ങളുടെ ഇച്ഛാശക്തിയെ കൂടുതൽ വളർത്തി ജീവിതത്തെ നല്ല രീതിയിൽ നയിക്കുവാൻ നിരന്തരം പരിശ്രമിച്ചുകൊണ്ടേയിരിക്കൂ.
എല്ലാവർക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞ ജീവിതം ആശംസിക്കുന്നു. അടുത്തൊരു ടിപ്പുമായി വീണ്ടും വരാം. അതുവരേക്കും നന്ദി.